UK ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ വിസ ഇമിഗ്രേഷൻ പ്ലാനുകൾ ഉടൻ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1.5 ലക്ഷത്തിലധികം പേർ ഒപ്പിട്ട് നൽകിയ പരാതിയിൽ ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്ന് നോക്കാം. UK എത്തിയിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ആശങ്കകളും നൽകുന്ന പ്ലാനാണ് ഗവൺമെന്റ് വൈറ്റ് പേപ്പറിലൂടെ അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് UK-ലെമ്പാടും വ്യാപകമായ പരാതികളും ഉണ്ടായത്. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരം കർശന നിയമങ്ങൾ നടപ്പാക്കുന്നത് UK-യുടെ ബിസിനസ് മേഖലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന പ്രസ്താവനകളാണ് പ്രധാന ബിസിനസ് ലീഡേഴ്സ് നൽകിയത്. അതുകൂടാതെ UK-യിൽ വന്നിട്ടുള്ളവർ ആശങ്ക രേഖപ്പെടുത്തുകയും അവർ ഗവൺമെന്റിന് ഓൺലൈൻ പെറ്റീഷൻ നൽകുകയും ചെയ്തു. 1.5 ലക്ഷത്തിലധികം പേർ സൈൻ ചെയ്ത പെറ്റീഷൻ അതിന് ഇനീഷ്യൽ റിപ്ലൈയും നൽകി. UK-യിൽ എത്തിയിട്ടുള്ളവർക്ക് ആശ്വാസകരമാകുമോ, പുതിയ നിയമങ്ങൾ ഉടനെ നടപ്പാക്കുമോ, ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഹിന്റുകളാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളതും. UK-യിൽ വന്നിട്ടുള്ള ധാരാളം പേർക്ക്, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു നിയമമാണ് ഗവൺമെന്റ് നടപ്പാക്കാനൊരുങ്ങുന്നത്. ആ സാഹചര്യത്തിൽ വരുന്ന വാർത്തകൾ അതേപോലെ തന്നെ നിങ്ങളിലോട്ട് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുക. ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന റെസ്പോണ്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആശ്വാസകരമായ ഹിന്റുകൾ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരം കർശന നിയമങ്ങൾ UK-യിൽ കൊണ്ടുവരുന്നത് ആദ്യമായല്ല. 2010-11 കാലഘട്ടത്തിൽ UK-യിൽ വന്നിട്ടുള്ളവർക്കറിയാം. ആ സമയത്ത് UK-യിൽ കർശന നിയമങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നീട് ട്രീസ മേ UK-യുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു. ആ സമയത്ത് UK-യിൽ എത്തിയ നേഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് PR ലഭിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർ മറ്റു രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യങ്ങളുമുണ്ടായി. ആ ഒരു സമയത്താണ് ഞാനും UK-യിൽ എത്തിയത്. PR ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിൽ തിരികെ പോകേണ്ട ഒരു ഘട്ടത്തിലാണ് ഗവൺമെന്റ് പെട്ടെന്ന് നിയമം തിരിച്ചു കൊണ്ടുവരികയും UK-യിൽ വന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളും ഒരുക്കിയത്. അതല്ലെങ്കിൽ ഞാനും UK-യിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മൂവ് ചെയ്യേണ്ട സാഹചര്യം തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുണ്ടായത്. എന്നാൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് UK-യിൽ കണ്ടിന്യൂ ചെയ്യാനായി. അത്തരം ഒരു ക്രൈസിസ് തന്നെയാണ് ഇപ്പോൾ UK-യിൽ ഉണ്ടായിരിക്കുന്നത്. UK-യിൽ വന്നിട്ടുള്ളവർക്ക് 5 വർഷക്കാലം കൊണ്ട് ലഭിച്ചിരുന്ന ILR 10 വർഷക്കാലമാക്കി എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന പ്ലാനാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചത്. അതേക്കുറിച്ച് പല വിമർശനങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് അത് ഒരു കൃത്യമായ പബ്ലിക് കൺസൾട്ടേഷന് ശേഷം മാത്രം നടപ്പാക്കുന്ന ഒരു നിയമമാണെന്നും അത് ഈ വർഷം അവസാനത്തോടു കൂടി ഉണ്ടാവുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ PR-ന് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ഈ വർഷം അവസാനം വരെ ILR-ന് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഈ ഒരു നിയമത്തിലൂടെ ഉണ്ടാകില്ല. അതിനുശേഷമാണെങ്കിലും ആർക്കൊക്കെയാണ് ഈ ഒരു നിയമം ആപ്ലിക്കബിൾ ആവുക എന്നതിനെക്കുറിച്ചുള്ള ലെജിസ്ലേഷൻ ഡ്രാഫ്റ്റ് ഗവൺമെന്റ് തയ്യാറാക്കും. UK-യിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു നിയമം പൊതുവെ ബാധകമാകുമോ, അതോ ചില കാറ്റഗറിയിലുള്ള വർക്ക് വിസ ഹോൾഡേഴ്സിനെ ഈ ഒരു നിയമത്തിൽ നിന്നും ഒഴിവാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായും ഡിസ്കസ് ചെയ്യുക. UK-യിൽ വന്നിട്ടുള്ളവർക്ക്, ഓൾറെഡി വർക്ക് വിസയിലുള്ളവർക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ് നൽകണമെന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് നിയമങ്ങൾ കൊണ്ടുവരരുത് എന്ന നിർദ്ദേശവും ഗവൺമെന്റിന് നൽകിയിരിക്കുന്നു. ഗവൺമെന്റിന് മുന്നിലുള്ള പ്രധാന വിഷയം ഇതാണ്. UK-യിലെ നെറ്റ് മൈഗ്രേഷൻ കൂടുന്നു, വിസ സിസ്റ്റത്തെ വ്യാപകമായി അബ്യൂസ് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി UK-യിലെ വിസ സിസ്റ്റം വളരെയധികം അബ്യൂസ് ചെയ്യപ്പെട്ടുവെന്നും UK-യിലോട്ട് വൻതോതിൽ മൈഗ്രൻസ് അനധികൃതമായും വർക്ക് വിസകളിലും വന്ന് UK-യിലെ ബെനിഫിറ്റ് സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യുന്നു എന്ന കണ്ടെത്തലും റിപ്പോർട്ടും വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളിൽ ഗവൺമെന്റ് കർശന നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. UK-യിൽ വന്ന് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ തിരിച്ചയക്കാനുള്ള പ്രോഗ്രാം കൂടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേക്കുറിച്ച് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് UK-യിൽ വന്ന് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത്. ഹ്യൂമൻ റൈറ്റ് നിയമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് UK-യിൽ കഴിയുന്ന 10,000-കണക്കിന് പേർക്ക് വലിയ ബുദ്ധിമുട്ടുകളാകുന്ന രീതിയിലോട്ടാണ് പുതിയ നിയമങ്ങൾ ഗവൺമെന്റ് തയ്യാറാക്കുന്നതും. അതിന് ശക്തമായ പ്ലാനുകളാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ UK-യിലോട്ടുള്ള മൈഗ്രേഷൻ വളരെയധികം അബ്യൂസ് ചെയ്യപ്പെട്ടുവെന്നും, പ്രത്യേകിച്ച് കെയറർ വിസ കാറ്റഗറിയിലാണ് ഏറ്റവും അധികം അബ്യൂസുകൾ ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും ഗവൺമെന്റ് ലേറ്റസ്റ്റ് ആയി നൽകുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അഴിച്ചുപണി തന്നെയാണ് UK-യിലെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൺസർവേറ്റീവ് ഗവൺമെന്റ് UK-യിൽ നടപ്പാക്കിയ നിയമങ്ങളാണ് രാജ്യത്തിന് ഏറ്റവും ദോഷകരമായതെന്നും അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉടച്ചുവാർക്കൽ നിർബന്ധിതമായിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഗവൺമെന്റ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, പ്രയാസകരമാകുന്ന ഒരു പ്ലാനാണ് ഗവൺമെന്റ് വൈറ്റ് പേപ്പറിലൂടെ അവതരിപ്പിച്ചത്. 5 വർഷം കഴിയുമ്പോൾ തന്നെ PR ലഭിക്കുകയും പിന്നീട് UK-യിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ UK-യിൽ എത്തിയവർക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ PR നിയമങ്ങളിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അത് 10,000-കണക്കിന് പേർക്ക് വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളതും. ഈ ഒരു നിയമം നടപ്പാക്കുന്നതിന് ഒട്ടേറെ കടമ്പകളുണ്ട്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് നടപ്പാക്കുകയാണെങ്കിൽ അത് UK-യിലെ തൊഴിൽ മേഖലകളിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഗ്രാജുവലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മാത്രം നിയമം നടപ്പാക്കാവൂ എന്ന നിർദ്ദേശവും വിവിധ കോണുകളിൽ നിന്നുണ്ടായിരിക്കുന്നു. PR നൽകുന്നത് 10 വർഷമാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ UK-യിൽ ഓൾറെഡി വർക്ക് വിസയിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നത് ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രമേ അറിയാനാകൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പബ്ലിക് കൺസൾട്ടേഷന് ശേഷം ഗവൺമെന്റ് തയ്യാറാക്കുന്ന ഫൈനൽ റിപ്പോർട്ടിലായിരിക്കും
സമയത്തായിരിക്കും ഇതേക്കുറിച്ചുള്ള പോളിസികൾ ഉണ്ടാവുക. UK-യിലെ കുടിയേറ്റം കുറയ്ക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും റീഫോം പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഇത്തരം പബ്ലിക് കൺസൾട്ടേഷനുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുകയും ഈ ഒരു മൈഗ്രേഷൻ കുറയ്ക്കണം, ILR 10 വർഷമാക്കി മാറ്റണം എന്നുള്ള രീതിയിൽ കൂടുതൽ അഭിപ്രായം പങ്കുവയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് ഗവൺമെന്റിന്റെ ഡിസിഷൻ എന്തായിരിക്കും എന്നാണ് ഇനി നോക്കി കാണേണ്ടതും. ഇപ്പോൾ മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി 3 പ്രധാന കാര്യങ്ങളാണ് ഗവൺമെന്റിന് മുന്നിൽ വന്നത്. ഒന്ന്, രാജ്യത്ത് വലിയ ക്രൈസിസ് ഉണ്ടായിരിക്കുന്നു, ഫണ്ടിങ്ങിൽ വലിയ കുറവ് ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടാണ് UK നീങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ UK-യിൽ വന്ന് ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഈ രീതിയിൽ ബെനിഫിറ്റുകൾ വാങ്ങാൻ വേണ്ടി മാത്രം അനധികൃതമായി UK-യിലോട്ട് എത്തുന്നത് 10,000 കണക്കിന് പേരാണെന്നും അവരെ UK-യിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി പണം വാങ്ങി മനുഷ്യക്കടത്ത് നടത്തുന്ന ധാരാളം ഗ്യാങ്ങുകളാണ് പ്രവർത്തിക്കുന്നത് എന്ന കണ്ടെത്തലുമുണ്ടായി. അത്തരം ഗ്യാങ്ങുകൾക്കെതിരെയാണ് ഗവൺമെന്റ് പ്രധാനമായും മുന്നോട്ട് വന്നത്. ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ച് UK-യിൽ എത്തുന്നവർക്ക് PR നൽകേണ്ടതില്ല എന്ന തീരുമാനവും ഗവൺമെന്റ് സ്വീകരിച്ചു. അസൈലം ആപ്ലിക്കേഷനുകൾ നൽകുന്നവർ അത് ഫെയിൽഡ് ആവുകയാണെങ്കിൽ അവരുടെ രാജ്യങ്ങളിലോട്ട് വേഗത്തിൽ തന്നെ പോകണമെന്ന നിർദ്ദേശവും ഗവൺമെന്റ് നൽകി. അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമുകളും ഗവൺമെന്റ് ആരംഭിച്ചു. നിരവധി രാജ്യങ്ങളുമായി ഗവൺമെന്റ് ചർച്ചകൾ നടത്തി. ഏതെങ്കിലും ഒരു അഭയാർത്ഥി വിസ ആപ്ലിക്കേഷൻ ഫെയിൽഡ് ആവുകയാണെങ്കിൽ ആ ആപ്ലിക്കന്റിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിസ ആപ്ലിക്കേഷനുകൾ അപ്രൂവ് ആക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലോട്ടും ഗവൺമെന്റ് എത്തുന്നു. അത്തരം കടുത്ത നടപടികളാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UK-യിൽ വന്ന് സെറ്റിൽ ചെയ്യുകയും ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു രീതി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇത്തരം വിസ നിയമങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുന്നതും. UK-യിലെ ബെനിഫിറ്റ് ക്ലെയിം കുറയ്ക്കുക. ഇപ്പോൾ വിദേശ നാഷണാലിറ്റീസ് വളരെയധികം ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം ശക്തമായ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ നിർബന്ധിതമായിരിക്കുന്നത് എന്ന പ്രസ്താവനയും ഗവൺമെന്റ് നൽകുന്നു. കെയറേഴ്സ് ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള പല കാറ്റഗറികളിലും കട്ടേർപ്പെടുത്തി അൺലിമിറ്റഡ് ആയി ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പാണ് രാജ്യത്തുള്ളതെന്നും UK-യിൽ 10-ൽ ഒരാൾ വീതം സിക്നസ് മൂലം ജോലിക്കെത്താൻ കഴിയാത്ത രീതിയാണ് നിലനിൽക്കുന്നതെന്നും അതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കൃത്യമായി ബെനിഫിറ്റ് സിസ്റ്റത്തെ മാറ്റുക എന്ന രീതിയിലോട്ടും പുതിയ പ്ലാനുകൾ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. പുതിയ വിസ ആപ്ലിക്കേഷനുകളിലൊക്കെ വളരെ കർശനമായ പരിശോധനയാണ് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം പേരാണ് പലതരം ചൂഷണങ്ങൾക്ക് വിധേയമായി UK-യിലെത്തിയത്. പ്രത്യേകിച്ചും 5 വർഷക്കാലത്തെ കെയറർ വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറിയിൽ UK-യിൽ വരികയും പിന്നീട് ജോലി ചെയ്യാതെ പേ സ്ലിപ്പ് മാത്രം വാങ്ങി UK-യിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. അത്തരം തട്ടിപ്പുകളിലോട്ടും അന്വേഷണം നീണ്ടിരിക്കുന്നു. പല ജോലി സ്ഥലങ്ങളും അവർക്ക് പേ സ്ലിപ്പ് നൽകുകയും എന്നാൽ കൃത്യമായി ടാക്സ് നൽകാതെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ ഈ ഒരു ക്യാഷ് റിഫ്ലക്ട് ചെയ്യാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷനുകളൊക്കെ കണ്ടെത്തുകയും അത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ആയി കണക്കാക്കുകയും അവർക്ക് 10 വർഷക്കാലത്തെ ബാൻ നൽകി UK-യിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹോം ഓഫീസിനെയും ഗവൺമെന്റിനെയും കബളിപ്പിക്കുന്ന രീതിയിൽ പലതരം ചൂഷണങ്ങൾ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്ന കണ്ടെത്തലുകൾ ഗൗരവകരമായാണ് ഗവൺമെന്റ് കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ ഡീറ്റെയിൽഡായ അന്വേഷണം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രസ്താവനയും ഗവൺമെന്റ് നൽകി. വിസ ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സസ്പീഷ്യസ് ട്രാൻസാക്ഷനുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ ഹോം ഓഫീസ് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഹോം ഓഫീസിന് ആക്സസ് ചെയ്യാൻ വളരെ ഈസിയായി സാധിക്കുന്നു. ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ നൽകിയാൽ അവരുടെ വിസ ആപ്ലിക്കേഷനുകൾ റിഫ്യൂസ് ചെയ്യുകയും പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പർ ജൂൺ ആദ്യവാരം നടന്ന ഹോം അഫയേഴ്സ് സെലക്ട് കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ നൽകിയ പ്രധാന പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു. കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളാണ് തയ്യാറാകുന്നതെന്നും വിസ സിസ്റ്റത്തെ ഒരു രീതിയിലും ദുരുപയോഗം ചെയ്യാൻ കഴിയാത്ത രീതിയിലോട്ട് വിസ സിസ്റ്റം ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് ഗവൺമെന്റ് മുഖ്യ പ്രാധാന്യം നൽകുന്നുവെന്നുമാണ്. കുറെ കാലമായി UK-യിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായും നടപ്പാക്കാത്തതുകൊണ്ട് വിസ സിസ്റ്റം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു. അത് ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് മാറിയതോടെ നിരവധി തട്ടിപ്പുകളാണ് കണ്ടെത്താനായത്. അവരുടെ എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലോട്ട് പുതിയ വിസ സിസ്റ്റം മാറുന്നു. ഡിജിറ്റലൈസേഷൻ വന്നതിന് ശേഷം ഒട്ടേറെ തട്ടിപ്പുകളാണ് ഗവൺമെന്റ് കണ്ടെത്താനായതും. UK-യിലെ ബോർഡറുകളെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്ന ബ്രിട്ടീഷ് ജോലിക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലോട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലോട്ട് തന്നെയാണ് ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ തയ്യാറാക്കുന്നത് എന്ന വിശദീകരണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ചേഞ്ചുകളെല്ലാം UK-യിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രയോജനകരമാകുമെന്ന ഉറപ്പും ഗവൺമെന്റ് നൽകുന്നു. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിന് പ്രാധാന്യം കുറയുമ്പോൾ അതിന് പരിഹാരമായ രീതിയിൽ മറ്റ് ഓൾട്ടർനേറ്റീവ് രീതികളാണ് ഗവൺമെന്റ് രാജ്യത്ത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. ധാരാളം പ്ലാനുകളും അപ്ഡേറ്റുകളുമാണ് ഗവൺമെന്റ് ഓരോ ദിവസവും നടപ്പാക്കുക. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.